വൈബ് റിസോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിനെയും ഹാൻഡിൽ ചെയ്യാനും കാറ്റർ ചെയ്യാനും വൈബിനെ കൊണ്ട് കഴിയും. ബിസിനസ്സുകാര് പെട്ടിയിൽ കാശ് വീഴുന്നവരെ നമ്മുടെ അടുത്ത് ചിരിച്ചു കാണിക്കും. പെട്ടിയിൽ കാശ് വീണാൽ പിന്നെ ആ ചിരി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അതല്ല, പെട്ടിയിൽ കാശ് വീണ് കഴിഞ്ഞാലും വീണ്ടും ഒരു ചിരിക്കും. ആ ചിരി നിങ്ങളെ വീണ്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവരും. ഹൈജീൻ സർട്ടിഫിക്കേഷനിൽ കേരളത്തിൽ 2 റിസോർട്ടിന് മാത്രമാണ് എക്സലന്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. എക്സലന്റ് എന്നുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളത് ആകെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിനും വൈബ് മൂന്നാറിനും മാത്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറുള്ള വൈബ് റിസോർട്ടിലാണ്. ആക്ച്വലി ഇത് മൂന്നാറല്ല, ആനച്ച എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ ടൗണിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയായിരുന്നു. എനിക്കൊന്ന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മൂന്നാറിൽ തന്നെ ഏറ്റവും വലിയ റിസോർട്ടുകൾ ഒന്നുകൂടിയാണ് വൈബ് റിസോർട്ട്. ഏകദേശം 100-ലധികം റൂംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു ഇവന്റ്സ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് വൈബ് റിസോർട്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടറിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. വൈബിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ടാഗ് ലൈൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വി ആർ സെല്ലിംഗ് മെമ്മറീസ്. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് മെമ്മറിയാണ്. അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വൈബിലേക്ക് ആരും വരണ്ട. ഞാൻ ശരിക്കും വന്ന് കയറിപ്പോ എന്നെ നോട്ടീസ് ചെയ്ത സംഭവമായിരുന്നു ചെസ് ബോർഡ്. ശരിക്കും എവിടെയും കാണാത്തൊരു സംഭവമാണ് ചെസ് ബോർഡ്. ഇങ്ങനെ ഒരു വളരെ യുണീക്ക് ആയിട്ടൊരു സംഭവമാണ്. റിസോർട്ടിന്റെ മുന്നിൽ പോലെ ചെസ് ബോർഡ് ഒക്കെ ആയിട്ട്. ശരി, മൂവ് ചെയ്യുന്നതാണോ? മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ വെയിറ്റ് ഉണ്ട് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് ഇപ്പോൾ കാറ്റഗറി റൂംസ് വരുന്നത് 5 കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട് വൈബ് റിസോർട്ട് ആൻഡ് സ്പായിൽ ഇപ്പോഴത്തെ അതിൽ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൂൾ വില്ലയാണ്. അത് നമ്മുടെ പ്രീമിയം ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന റൂമാണ്. അത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത് വരുന്നത് വൈബ് ലെഗസി, വൈബ് സ്പ്ലാഷ്. ഇത് രണ്ടും സ്യൂട്ട് റൂമാണ്. ഇത് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈബ് ലെഗസി സ്പ്ലാഷ് കാറ്റഗറി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഹാമിൽട്ടൺ റിഗാലിയ കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഡീലക്സ് റൂമാണ്. ഇതിൽ പൂൾ വില്ല റൂംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ പൂൾ വില്ല റൂംസിൽ നമുക്ക് ഇൻബിൽറ്റായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പേഷ്യസ് പൂള് വരുന്നുണ്ട്, പ്രൈവറ്റ് പൂള് വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരു പ്രൈവസി സെഗ്മെൻറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് കപ്പിൾസിനും ഫാമിലീസിനും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് പോകുന്നതാണ്. ലക്ഷറി റൂമാണ്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം പ്ലസ് ഒരു ലിവിംഗ് റൂം. ഇതാണ് നമ്മുടെ പൂൾ വില്ല സെഗ്മെൻറ്റിൽ വരുന്നത്. പിന്നെ നമ്മുടെ പൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂൾ വില്ലയിലുള്ള പൂളിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പൂളാണ്. ഏത് ടെമ്പറേച്ചറിലുള്ള വാട്ടർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് പൂൾ വില്ല സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നത് വൈബ് ലെഗസി ആൻഡ് സ്പ്ലാഷ്. ഈ കാറ്റഗറിയിൽ വരുന്ന റൂംസിനും നമ്മുടെ സ്യൂട്ട് റൂം സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഇത് നമ്മുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന റൂമാണ്. ഇതിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം ഉണ്ട്. പിന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം പ്ലസ് ഒരു ലോങ് ബാൽക്കണി പ്ലസ് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂമിൽ നമുക്കൊരു ജക്കൂസിയും കൂടെ ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷവർ ക്യൂബിക്കൽ പ്ലസ് ജക്കൂസി പ്ലസ് വാനിറ്റി കൗണ്ടർ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് വൈബ് ലെഗസി ആൻഡ് സ്പ്ലാഷ് കാറ്റഗറിയിൽ വരുന്ന റൂം. പിന്നെ വരുന്ന നമ്മുടെ ബേസ് കാറ്റഗറി റൂംസാണ് ഹാമിൽട്ടൺ റിഗാലിയ. ഹാമിൽട്ടൺ റിഗാലിയ റൂംസും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതിനും നമുക്കൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം വരുന്നുണ്ട്. ആ റൂമിൽ എൻട്രൻസ്
വലിയ വൈഡായിട്ടുള്ള ഒരു കോറിഡോർ എൻട്രൻസ് പ്ലസ് ബാൽക്കണി ഇതെല്ലാം കൂടെ വരുന്നതാണ് ഹാമിൽട്ടൺ റിഗാലിയ. ഇതും നമുക്ക് ഇതിൻ്റെ എല്ലാം നമ്മുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റൂമിൻ്റെയും മെയിൻ അട്രാക്ഷൻ നമ്മുടെ വ്യൂ ആണ്. നമുക്ക് മൗണ്ടൻ വ്യൂ ആണ് നമുക്ക് എല്ലാ റൂമിനും കൊടുക്കാനുള്ളത്. അപ്പോൾ വ്യൂ ആണ് ഏറ്റവും അട്രാക്ഷൻ. പിന്നെ വരുന്നത് ഡീലക്സ് റൂമാണ്. ഡീലക്സ് റൂം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതും അത് നമുക്ക് വാലി വ്യൂ സൈഡിലേക്കുള്ള റൂംസിനെയാണ് നമ്മൾ ഡീലക്സ് റൂമിലേക്ക് പെടുത്തിയിരിക്കുന്നത്. അതും സ്പേഷ്യസിലായിട്ടുള്ള റൂം തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം പ്ലസ് ബാൽക്കണി പ്ലസ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാഷ്റൂം. ഇതാണ് ഡീലക്സ് റൂമിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇതാണ് നമുക്ക് വൈബ് റിസോർട്ട് ആൻഡ് സ്പായിൽ മെയിനായിട്ട് വരുന്ന റൂം കാറ്റഗറീസ്. വൈബ് റിസോർട്ടിന്റെ ഒരു 5 സ്പെഷ്യാലിറ്റി പറയാൻ പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ സ്പെഷ്യാലിറ്റി പറയുക നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റാഫ് തന്നെയാണ്. അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ മുഖത്തുള്ള ചിരി, അത് നിങ്ങൾക്ക് ഭൂരിഭാഗം റിസോർട്ടിൽ ചെന്നാലും കിട്ടില്ല. രണ്ട്, ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്. 3, ഓൺ ഹെലിപാഡ്. നാല്, ഏറ്റവും സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്. 5, പ്രൈവറ്റ് പൂൾ വില്ലകൾ. 5 എന്ന് പറഞ്ഞു, പക്ഷെ ഇത് കൂടി പോവാണ്. 6, ഏറ്റവും വലിയ പൂൾ, റൂഫ് ടോപ്പ് പൂൾ ഇൻ കേരള. 'പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂ കിട്ടും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൻസ് കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് നോക്കി എത്ര മൗണ്ടൻസ് ആണ് നമുക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓക്കെ ഓക്കെ. ശരിക്കും ഇവിടെ നല്ല വ്യൂ കിട്ടോ? ഇവിടെ ഇവിടെ നല്ല ഏറ്റവും നല്ല വ്യൂ കിട്ടാം. അതെ, ഇതിന്റെ റൂഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള വ്യൂ കിട്ടും. ശരിക്കും നല്ല ഒരു 360 വ്യൂ കിട്ടുന്നുണ്ട്. 360 വ്യൂ ആണ് ശരിക്കും ഇവിടെ. ഏറ്റവും വലിയ സ്പാ, 6000 സ്ക്വയർ ഫീറ്റിലെ സ്പായാണ് വൈബില്. അപ്പൊ എന്താ പറയാ, പോയിന്റ്സ് പറയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വൈബിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ തന്നെ നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഗ്ലാം വേൾഡ് എന്ന് പറഞ്ഞ പെഗാസിസ് നടത്തുന്ന കൊച്ചി ലീ മെറിഡിയനിൽ വെച്ച് നടക്കുന്ന ഒരു കോntest ഉണ്ട്. അത് മിസ് വേൾഡ് പോലെ തന്നെ അത്രയും ഫെമിലിയറിറ്റി ഉള്ള ഒരു ഇതാണ് മിസ് ഗ്ലാം വേൾഡ്. അതിൽ 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരികൾ അവരാണ് വന്ന് കോമ്പീറ്റ് ചെയ്യണത് ആ മിസ് ഗ്ലാം വേൾഡ് പട്ടത്തിന് വേണ്ടിയിട്ട്. അവരുടെ ഗ്രൂമിങ് സെഷൻ നടക്കുന്നത് വൈബിൽ വെച്ചാണ്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ അവരെല്ലാവരും ഇപ്പോ നമ്മുടെ റിസോർട്ടിലുണ്ട്. ഗ്രൂമിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാറ്റർ ചെയ്യണത് ഒരു എന്താ പറയാ, ഇന്ത്യൻ ക്രൗഡ് മാത്രമല്ല, എസ്പെഷ്യലി മൂന്നാറിനും വൈബിനും
ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ക്രൗഡിനെയാണ് നമ്മൾ ഇവിടേക്ക് സ്വീകരിക്കുന്നത്. നമ്മളുടെ ശരിക്കും നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്നാറിനെ, വൈബ് മൂന്നാറിനെ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. I'm taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a few shots. They're too toxic, need to take the new song. ഈ ബിഗ് വെഡിങ്ങിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഒരു 400-500 പേര് ഒരുമിച്ച് വരികയും അവര് 4-5 ദിവസത്തെ പരിപാടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു 250 റൂമെങ്കിലും മിനിമം വേണം 500 പേർക്ക് താമസിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫോഗ് റിസോർട്ടിൽ ഒരു 40 റൂമുണ്ട്. ഇവിടെ വൈബ് റിസോർട്ടിൽ 97 റൂംസ് ഉണ്ട്. അതിൽ 4 പ്രൈവറ്റ് പൂൾ വില്ലകളുണ്ട്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് കംപ്ലീഷനിലേക്ക് എത്തുന്നു. അതിൽ 106 റൂമുണ്ട്. ആ 106 റൂം അപ്പോൾ ടോട്ടലി ഒരു 250 റൂംസിന്റെ കപ്പാസിറ്റിയിലേക്ക് വരും. അപ്പോൾ ഇതൊരു ബിഗ് വെഡിങ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വൈബ് റിസോർട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആരച്ചാലാണ് പ്രോപ്പർ സ്ഥലം. പ്രോപ്പർ മൂന്നാറല്ല, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 13-15 കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് എത്തിച്ചേരാൻ പറ്റിയ റിസോർട്ടാണിത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ലധികം റൂംസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇവന്റ്സ് കാണാനായിട്ട് പറ്റിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൂന്നാർ വെച്ച് ഇവന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ഒരു റിസോർട്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഹെൽപ്പേഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും മേലെ 360 വ്യൂവിൽ നമുക്ക് ഇവിടുത്തെ ഉള്ള ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ട്. പിന്നെ സ്റ്റാഫ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഫുഡിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒക്കെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ റിസോർട്ടിന്റെ. അപ്പോൾ അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ബുക്കിംഗ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.